ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരുവിധം പ്രതീക്ഷിക്കപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പതിവ് പോലെ അവഗണിക്കപ്പെട്ട താരമായി മാറിയത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു. ഇത്തവണ T20 ഫോമിന്റെ ബലത്തിൽ സഞ്ജുവിന് അവസരമുണ്ടാവുമെന്ന് കരുതിയിരുന്നെങ്കിലും അവസാന നിമിഷം ഋഷഭിൽ തന്നെ വിശ്വാസമർപ്പിക്കാൻ സെലക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു. പതിവ് പോലെയുള്ള അവഗണന തന്നെയായിരുന്നുവെങ്കിലും ഇത്തവണ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് പെട്ടെന്ന് തന്നെ വാർത്താ പ്രാധാന്യം നേടുകയും വിവാദമായി വളരുകയും ചെയ്തു. കാരണം ഇത്തവണ സഞ്ജു ഏതാണ്ട് ടീം സെലക്ഷന്റെ അടുത്തുവരെ എത്തിയിരുന്നു. അതേസമയം അടുത്ത മാസം ദുബായിലും പാകിസ്ഥാനിലും നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരത്തെ ഉൾപ്പെടുത്താത്തതിൽ പല കാരണങ്ങളാണ് പറയപ്പെടുന്നത്. അതിലൊന്നാണ് ആഭ്യന്തര ടൂർണമെന്റായ വിജയ് ഹസാര ട്രോഫിയിൽ സഞ്ജു കളിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നത്. സഞ്ജു കളിക്കാതിരിക്കാനുള്ള കാരണവും ഇന്ത്യൻ ടീം സെലക്ഷനും കൂട്ടിക്കെട്ടിയാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. വിജയ് ഹസാരയിൽ കളിക്കാത്തതിൽ പക്ഷേ സഞ്ജുവും കേരള ക്രിക്കറ്റ് അസോസിയേഷനും രണ്ട് വിശദീകരണങ്ങളാണ് നൽകുന്നത്. തന്നെ മാറ്റി നിർത്തിയതാണെന്ന് സഞ്ജു വാദിക്കുമ്പോൾ സഞ്ജു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ കൈമാറാത്തതാണ് ടീമിൽ ഉൾപ്പെടുത്താത്തതിനുള്ള കാരണമെന്ന് KCA പ്രസിഡന്റും പറയുന്നു. തെറ്റ് ആരുടെ ഭാഗത്തായാലും വിവാദം ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളവും മലയാളി സ്പോർട്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളവും നിരാശ നൽകുന്ന ഒന്നാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജു ബാറ്റ് വീശുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദം ഇരട്ടി ആഘാതമാണ് ഉണ്ടാക്കുന്നത്. സഞ്ജു വിട്ടുനിന്നതിനാൽ തന്നെ ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിൽ താരത്തെ പരിഗണിക്കേണ്ടെന്ന് സെലക്ടർമാരും തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ സഞ്ജുവിൻ്റെ വിട്ടുനിൽക്കൽ BCCAയുടെ അന്വേഷണ പരിധിയിലുമാണ്. അതിനിടെ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ സമീപനത്തിലുള്ള അതിർത്തിയിൽ സഞ്ജു കേരളം വിട്ട് രാജസ്ഥാനോ തമിഴ്നാടോ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളും താരത്തെ സ്വീകരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇതിലൊരു മറ്റൊരു വശം കൂടി ആരാധകർ ചോദിക്കുന്നുണ്ട്. വിജയ് ഹസാരയിൽ കളിച്ച് മിന്നും പ്രകടനം നടത്തിയാലും സഞ്ജുവിനെ ടീമിലെടുക്കുമായിരുന്നോ എന്ന്. വിജയ് ഹസാര ട്രോഫിയിൽ വിദർഭക്കായി ഒരു ക്രിക്കറ്റ് താരത്തിന് ചെയ്യാനാവുന്നതിൻ്റെ പരമാവധി പ്രകടനം നടത്തിയിട്ടും ടീമിലിടം നേടാൻ പറ്റാതെ പോയ കരുൺ നായരെ ചൂണ്ടിക്കാട്ടിയാണ് ആരാധകർ ഈ ചോദ്യം ചോദിക്കുന്നത്. വിജയ് ഹസാരയിൽ ഇത്തവണത്തെ ടോപ്പ് സ്കോററായത് പാതി മലയാളി കൂടിയായ കരുൺ നായരായിരുന്നു. 9 ഇന്നിങ്സുകളിൽ നിന്നായി അദ്ദേഹം നേടിയത് 779 റൺസാണ്. 359 എന്ന കൂറ്റൻ ആവറേജാണ് താരത്തിനുള്ളത്. ഫൈനൽ വരെ ഈ ആവറേജ് 752 ആയിരുന്നു. ഇതിൽ 5 സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇമാതിരി മിന്നും പ്രകടനം നടത്തിയിട്ടും കിട്ടാത്ത എന്ത് പരിഗണനയാണ് സഞ്ജു വിജയ് ഹസാരയിൽ കളിച്ചാൽ കിട്ടുക എന്നും ആരാധകർ ചോദിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിലിടം നേടിയവർ പലരും ആഭ്യന്തരം കളിച്ച് കഴിവ് തെളിയിച്ചവരല്ല എന്നതും ഈ വാദത്തെ ചേർത്തി ഉന്നയിക്കപ്പെടുന്നു. ആ വാദത്തെ മാറ്റി നിർത്തിയാലും KCAയുമായുള്ള തർക്കങ്ങൾ മാറ്റി നിർത്തിയാലും പന്തിനേക്കാൾ ഏകദിന ഫോർമാറ്റിൽ പരിഗണിക്കാൻ മുൻപന്തിയിലുള്ള താരം തന്നെയാണ് സഞ്ജു സാംസൺ. ഏകദിന ക്രിക്കറ്റിലെ മുൻ പ്രകടനത്തെ മുൻനിർത്തിയാണെങ്കിലും നിലവിൽ പന്തിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് സഞ്ജു. സഞ്ജു കളിച്ച 16 ഏകദിനങ്ങളിൽ 56 എന്ന മികച്ച ആവറേജിൽ 510 റൺസ് നേടിയിട്ടുണ്ട് താരം. നിലവിൽ ടീമിലിടം ലഭിച്ച 31 ഏകദിനങ്ങൾ കളിച്ചിട്ടും 33 ശരാശരിയിൽ 1000-ൽ ചുവട മാത്രമാണ് ഋഷഭ് പന്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനൊപ്പം ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും നടന്ന T20 പരമ്പരയിലെ മാസ്മരിക പ്രകടനങ്ങളും സഞ്ജുവിൻ്റെ എക്സ്ട്രാ ഫാക്ടേഴ്സുകളായിരുന്നു. എങ്കിലും ഒടുവിൽ ടീം പുറത്തു വന്നപ്പോൾ ഗോഡ് ഫാദേഴ്സിൻ്റെ സപ്പോർട്ടുകൾ മുഴുവൻ പന്തിന് ലഭിച്ചു. ഗവാസ്കറും ആകാശ് ചോപ്രയുമെല്ലാം വീണ്ടും നിലപാട് മാറ്റി. പരിശീലകൻ ഗംഭീറിന് മുകളിലൂടെയും ടീം സെലക്ഷനിലും പല പരുന്തുകളും പറന്നു. മുമ്പ് സഞ്ജുവിൻ്റെ സെഞ്ചുറി പ്രകടനങ്ങളിൽ യൂട്ടേൺ അടിച്ച് സഞ്ജുവിനെ പുകഴ്ത്തിയവരാരും നിർണായക ഘട്ടത്തിൽ കൂടെ നിന്നില്ല. ഒടുവിൽ സഞ്ജു വീണ്ടും ഒറ്റക്കായിരിക്കുകയാണ്. എന്നാൽ വിവാദങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും തൻ്റെ ശ്രമങ്ങൾ 2024 എന്ന പോലെ 2025 തുടരുമെന്ന് പറയുമ്പോൾ സഞ്ജു മുന്നിൽ വെക്കുന്നത് ഒരു ബിഗ് സിഗ്നലാണ്. നീണ്ട 10ഓളം വർഷത്തെ കഠിന പരിശ്രമത്തിനു ശേഷം ഇന്ത്യയുടെ T20 ടീമിൽ കഴിഞ്ഞ വർഷം ശക്തമായ അവകാശവാദം ഉയർത്താൻ തനിക്കായെങ്കിൽ 2025 അത് ഏകദിനത്തിലേക്ക് നീട്ടാനും തനിക്കാവുമെന്ന് സഞ്ജു പറയാതെ പറയുന്നു. ജനുവരി 22 മുതൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 പരമ്പര അതിനുള്ള ആദ്യ ചുവടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.